ബഡ്ജറ്റിനകത്ത് നമ്മൾ പാസ്സാക്കിയാൽ ബഹുമാനപ്പെട്ട സിഎം മുഖ്യമന്ത്രി 3 ദിവസമായി നടന്ന ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ നടത്തിയ പ്രസംഗം ഒരു തട്ടുപൊളിപ്പൻ പ്രസംഗം തന്നെ. കോൺഗ്രസ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന അതേ രീതി. എല്ലാം ഞങ്ങൾ നന്നാക്കും, പുതിയ കേരളം പടുത്തുയർത്തും, എല്ലാ സ്ഥാപനങ്ങളെയും ലാഭത്തിലാക്കും. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പതിപോലെ അതിനിടയിൽ പ്രതിപക്ഷത്തിന് നേരെ കുതിര കയറാൻ കിട്ടിയ അവസരമെല്ലാം അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പല കള്ളങ്ങളും അദ്ദേഹം കൂട്ടുപിടിക്കുകയും ചെയ്തു. PM ശ്രീ LDFനെ തലയിടാൻ ശ്രമിക്കുന്നത് പോലെ മദ്യത്തിന് നികുതി ഇളവ് നൽകി ബക്കാർഡി കമ്പനിയെ സഹായിച്ചതും LDF ആണ് എന്ന് പറഞ്ഞു വെക്കാനും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി വി.ഡി. സതീശന്. അതുപോലെ തന്നെ കുറ്റങ്ങളെല്ലാം LDFൻ്റേത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു പൊതു രീതി. എന്നാൽ എല്ലാം കഴിഞ്ഞ് KN ബാലഗോപാൽ നടത്തിയ ഒരു 2 മിനിറ്റ് പ്രസംഗമുണ്ട്. എന്തൊക്കെയാണ് വി.ഡി. സതീശൻ പറഞ്ഞ കള്ളത്തരങ്ങൾ എന്ന് KN ബാലഗോപാൽ 2 മിനിറ്റ് കൊണ്ട് പൊളിച്ചെടുക്കുന്ന കാഴ്ച. 1.5 മണിക്കൂർ പ്രസംഗത്തെ വെറും 3 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കുന്ന രംഗം കേൾക്കാം നമുക്ക് KN ബാലഗോപാലിന്റെ വാക്കുകൾ. സംശയം ചോദിക്കാൻ അദ്ദേഹം സമയം തരാമെന്ന് പറഞ്ഞാണ്. അതിനകത്തൊരു പോയിന്റ് ഓഫ് ഓർഡർ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. സാർ, ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു. അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. അങ്ങനെ അല്ല. 3 വർഷത്തിലധികമായി ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ കാര്യം വരുമ്പോൾ ഇതിന് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്തും വന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം പറഞ്ഞാണ്. ചിലപ്പോൾ ഇച്ചിരി നികുതി വരുമാനം വരുമെന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ ഇതൊരു പുതിയ സെക്ടറാണ്, അത് കൊടുക്കാൻ പാടില്ല എന്ന് ശക്തമായ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് സാർ ഇത് കൊടുക്കാഞ്ഞത്. ശക്തമായ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കാഞ്ഞത്. അല്ലാതെ വെറുതെ അല്ല. ഇലക്ഷൻ്റെ സമയം വേറത്തെ ഇലക്ഷൻ വന്നല്ലോ സാർ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് ശരിയായില്ല സാർ. 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. നേരത്തെ 2018-19 ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ കാര്യം പറഞ്ഞു. നേരത്തെയുള്ള ധനകാര്യമന്ത്രിയുടെ സമയത്താണ് ഗവൺമെൻറ്. സാർ, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടാണ്. അപ്പോൾ അല്ലല്ല, ഇതിനകത്ത് അല്ലേ പോയിന്റ് ഓഫ് അല്ല. നിങ്ങൾ CM അഴകാന്ന് പറഞ്ഞു. അല്ലല്ല, CM അഴകാന്ന് പറഞ്ഞു. അതിനകത്ത് ഇല്ലാത്തൊരു കാര്യം, ഇവിടെ ഇല്ലാത്തൊരു കാര്യം പറ്റി പറയുമ്പോൾ അതങ്ങനെ പറയാമോ? അത് ഇത്രയും കാലം പറഞ്ഞില്ല. അതങ്ങനെ പറയുന്നത് ശരിയാണോ? ഈ സഭ അംഗീകരിച്ചു പോയതാണ്. വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന ഇതിന് കസ്റ്റംസ് ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വളരെ വലിയ വില വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ അത് ശരിയാണോ? നേരത്തെ ഇവിടെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ 5-6 വർഷം മുമ്പ് അംഗീകരിച്ച ഒരു ബഡ്ജറ്റിനകത്ത് ആ കാര്യം സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ? മൂന്നാമത്തെ കാര്യം പോയിന്റ് ഓഫ് ഓർഡറും സംശയമാണ്. ഇപ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ സംശയമാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പാസ്സാക്കിയാൽ ബഹുമാനപ്പെട്ട സിഎം മുഖ്യമന്ത്രി വീര്യം കുറഞ്ഞ മദ്യം സാർ, അത് പാസ്സാക്കിയാൽ അത് പിന്നീട് ചർച്ച ചെയ്തിട്ട് മാത്രം നടപ്പിലാക്കാൻ പറ്റുമോ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അപ്പം തൊട്ട് ഇത് ഇംപ്ലിമെന്റ് ആവില്ലേ സാർ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടെ ശ്രീ സംസുദ്ദീനൊക്കെ നിയമം അറിയുന്നതാണല്ലോ. ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഇവിടെ ഇപ്പൊ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളുടെ UDFന്റെ മീറ്റിംഗ് കൂടി KPCC ഓഫീസിൽ പോയി ഇംഗ്ലീഷ് ഡൽഹി സംസാരിച്ച് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇത് എഫക്റ്റീവ് ആവത്തുള്ളൂ. ഈ സഭ ഇത് അംഗീകരിച്ചാൽ വിൽക്കാൻ പറ്റില്ലേ? അങ്ങ് പറഞ്ഞു ഇത് വിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ UDFന്റെ നയമെടുത്തേ വിൽക്കുന്നു. സാർ, ഇത് ഞങ്ങൾ പാസ്സാക്കുന്നു, വിൽക്കാൻ പറ്റും മനസ്സിലാക്കുന്നു. വിൽക്കാൻ പറ്റുമോ? അതേ ഉള്ളൂ. അതിന് സാങ്കേതികമായ കാര്യമാണ് പറയേണ്ടതാണ്. മതി, സഭയുടെ അവകാശമാണല്ലോ.